ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞ കംപ്ലയിൻറ്റ് ഫ്യൂൽ ലിഡിൻ്റെ കേബിള് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി കസ്റ്റമർ മേടിച്ച് ലഗേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പീഡോമീറ്റർ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം, ഫ്ലോർ കവർ ടൈറ്റ് ചെയ്യുക, എത്രയാണ് പറഞ്ഞത് കേട്ടോ. സ്പീഡോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കേബിൾ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ കേബിൾ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും മാറ്റണം. പിന്നെയുള്ളത് ഈ ഫ്ലോർ കവറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോർ കവർ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ സൈഡ് സ്ക്രൂ ചെയ്യണ ഭാഗമൊക്കെ പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ക്രൂ ടൈ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പിടിപ്പിക്കാനായിട്ട്. പിന്നെ ഫ്രണ്ടിലത്തെ സ്പീഡോമീറ്റർ കേബിൾ മാറാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കവർ ഇവിടെ പൊട്ടിപ്പോയേക്കാണ് ഫൈബറിൻ്റെ. അതിൻ്റെ ഒരു പീസാണ് ഈ ഇരിക്കണേ. ഫ്രണ്ട് കവർ എന്ന് പറയുമ്പോൾ ഹാൻഡിലിൻ്റെ ദീവൻ്റെ ഭാഗം കേട്ടോ, ഇവിടെ നിന്ന് പൊട്ടിപ്പോയേക്കാം. അത് ഈ ഫൈബറായിട്ട് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. അതൊക്കെ ഐറ്റം മാറ്റി കളയാനാണ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഫൈബർ പാച്ച് ചെയ്യുന്നിടത്ത് അങ്ങനെ കൊടുത്ത് അത് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിലവിൽ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഇതിൻ്റെ ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ജർക്കിങ് കാണിക്കും ഫ്രണ്ട് സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാലും അത് മാറ്റി കളയാം. അതല്ലെങ്കിൽ ഫൈബർ പാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ കൊടുത്ത് അത് പാച്ച് വർക്ക് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് ഈ സൈഡിൽ ഈ കവറിൻ്റെ ഇവിടുത്തെ ബോൾട്ടൊക്കെ ചാടി പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 ബോൾട്ട് പുതിയതിട്ടാണ്. ഇതേപോലെ തന്നെ ഈ സൈഡും ബോൾട്ട് വരുന്നുണ്ട്, അത് ചാടി പോയേക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ബോൾട്ട് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സ്ക്രൂ ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. എഞ്ചിൻ ഓയിൽ ഇതൊക്കെയാണ് ചെയ്യണം മെയിനായിട്ട് കേട്ടോ. നിലവിൽ വേറെ ജനറൽ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.